ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ലക്ഷ്മിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ശിവരാമൻ ചേട്ടനെയാണ് തുടക്കത്തിലെ കാണിക്കുന്നത്. എൻ്റെ ബലമായ സംശയം നിന്റെ കെട്ടിയോന് US-ൽ വല്ല സംബന്ധവും ഉണ്ടോന്നാ എന്ന് ശിവരാമൻ ചേട്ടൻ പറയുമ്പോഴേക്കും എനിക്കും ഒരു സംശയമുണ്ട്, 2-3 ആഴ്ചയായി വിളിച്ചിട്ടെന്ന് ലക്ഷ്മിയും പറയുന്നുണ്ട്. ഒരു കണ്ണ് വേണം എന്ന് ശിവരാമൻ ചേട്ടൻ പറയുമ്പോഴേക്കും പോണെങ്കിൽ പോട്ടെ, ഞാൻ വേറെ വഴി നോക്കുമെന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും ലക്ഷ്മിയുടെ മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട്. ടീച്ചറമ്മയുടെ കോളായിരുന്നു അത്. ലക്ഷ്മി ആ കോൾ എടുക്കുമ്പോഴേക്കും ലച്ചു, ഞാനിവിടെ നിന്റെ മുറിയിലെത്തി എന്ന് പറയുന്നത് കേൾക്കുമ്പോഴേക്കും അതെങ്ങനെ, നീ അത്രയ്ക്കൊക്കെ ആയോടി എന്ന് ലക്ഷ്മിയും ചോദിക്കുന്നുണ്ട്. അത് റജി സഹായിച്ചെന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും ശിവരാമൻ ചേട്ടൻ ഇപ്പോൾ കഞ്ഞി കുടിക്കാൻ ഇറങ്ങും, ഞാൻ അപ്പോൾ വരാം ഡോക്ടറെ എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി കോൾ വെക്കുന്നുണ്ടേ. ഡോക്ടറോ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോഴേക്കും ആ കോൾ കട്ടായിരുന്നു. വരുമായിരിക്കുമെന്ന് ടീച്ചറമ്മ റജിയോടായി പറയുന്നുണ്ട്. ആരായിരുന്നു ലച്ചു എന്ന് ശിവരാമേട്ടൻ ചോദിക്കുമ്പോഴേക്കും അതെ ഡോക്ടറെ വിളിച്ച്, വൈഷ്ണവി ഡോക്ടറെ കഴിക്കാൻ ചെല്ലാൻ പറഞ്ഞു എന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും സാധാരണ റൂമിൽ വന്ന് പറയാറുള്ളതാണല്ലോ എന്ന് ശിവരാമൻ ചേട്ടനും പറയുന്നുണ്ട്. എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞതാ, എന്നോടൊന്ന് റൂം വരെ ചെല്ലാൻ പറഞ്ഞായിരുന്നു എന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും കുഞ്ഞി ലച്ചുവിനെ വിളിച്ചായിരുന്നു എന്ന് ശിവരാമൻ ചേട്ടനും ചോദിക്കുന്നുണ്ട്. ഇല്ലെന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും എന്നെയും വിളിച്ചില്ല, എന്തു പറ്റിയോ എന്തോ എന്ന് ശിവരാമേട്ടൻ ടെൻഷനോടെ പറയുന്നുണ്ട്. അവൾ സ്കൂളും വീടുമായിട്ടുള്ള ഓട്ടത്തിലായിരിക്കും, പഴയതുപോലെ അവൾക്ക് സമയമൊന്നും കിട്ടുന്നുണ്ടാവില്ല എന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും എന്നാലും വിളിക്കുന്നതാണല്ലോ, സരസുവിനെ പോലെ തന്നെയാവളും. എന്തോ കാര്യമുണ്ടെന്ന് ശിവരാമേട്ടൻ സംശയത്തോടെ പറയുന്നുണ്ട്. അതെ ഡോക്ടർ വന്നിട്ടുണ്ടാവും, ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് ലക്ഷ്മി ആ റൂമിൽ നിന്ന് പുറത്തോട്ടിറങ്ങി പോകുന്നുണ്ടേ. പിന്നീട് സന്തോഷിൻ്റെ വീടാണ് കാണിക്കുന്നത്. സന്തോഷിൻ്റെ അമ്മ മണിയും അച്ഛൻ നടേശനും പോറ്റിമാമനും സിറ്റൗട്ടിൽ തന്നെ വീണയെ നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. വീണ വീട്ടിലെത്തുമ്പോഴേക്കും ഇരുട്ടി തുടങ്ങിയിരുന്നു. അവൾ വരുമ്പോഴേ നടേശനോട് ചോദിക്കെന്ന് മണി പറയുന്നുണ്ട്. വീണ സിറ്റൗട്ടിലേക്ക് കയറുമ്പോഴേക്കും മോൾ ഇന്ന് സ്കൂളിൽ പോയിരുന്നു എന്ന് നടേശൻ ചോദിക്കുന്നുണ്ട്. ഇല്ലച്ചാ, ലക്ഷ്മി കുഞ്ഞയുടെ ഒരു ആവശ്യത്തിന് കുഞ്ഞ് വിളിച്ചിട്ട് പോയതാ എന്ന് വീണ പറയുമ്പോഴേക്കും അല്ല സ്കൂളിലെ അളിയൻ പോയി അന്വേഷിച്ചായിരുന്നേ, അപ്പോഴാ മോൾ അവിടെ ഇല്ലെന്നറിഞ്ഞതെന്ന് നടേശൻ പറയുമ്പോഴേക്കും വീണ ദേഷ്യത്തോടെ പോറ്റിയെ നോക്കുന്നുണ്ട്. അങ്ങനെയെങ്കിലും ചിലരിടയ്ക്ക് സ്കൂളിൽ കയറുന്നത് നല്ലതാ എന്ന് പോറ്റിക്കിട്ട് കൊടുത്തോണ്ട് വീണ പറയുമ്പോഴേക്കും അത് നല്ലതാണെന്ന് നടേശനും സമ്മതിക്കുന്നുണ്ട്. പോറ്റി അവളെ ദേഷ്യത്തോടെ നോക്കുമ്പോഴേക്കും അല്ല മോള് വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിലോ വൈകുമെങ്കിലോ ഇറങ്ങുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് പോണായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ആകെ ടെൻഷനാവും എന്ന് സന്തോഷിന്റെ അച്ഛൻ പറയുമ്പോഴേക്കും സോറി അച്ഛാ, ഇനി ഞാൻ പറഞ്ഞോളാം, രാവിലെ ആ തിരക്കിലങ്ങ് വിട്ടുപോയതാണെന്ന് വീണ പറയുന്നുണ്ട്. കുഴപ്പമില്ല, മോള് പോയി ഫ്രഷ് ആയിക്കോന്ന് നടേശൻ പറയുമ്പോഴേക്കും എന്തായാലും ഇത്തവണത്തെ മികച്ച അമ്മായിയപ്പനുള്ള അവാർഡ് നടേശന് തന്നെ എന്ന് പോറ്റി അവിടെ ഇരുന്ന് കളിയാക്കുന്നുണ്ട്. ഓ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നടേശൻ കൈകൂപ്പുമ്പോഴേക്കും ഇവള് രാവിലെ മറന്നതൊന്നുമല്ല, എൻ്റെ മണിയുടെ മുമ്പിൽ കൂടെ ഇവൾ ഇറങ്ങിപ്പോയത്. ഞങ്ങൾ പുറകിന്ന് ഉറക്കെ വിളിച്ച് ചോദിച്ചതാ എവിടെ പോവാന്ന്. മനഃപൂർവ്വം മിണ്ടാതിരുന്നിട്ട് ഫോണും എടുത്ത് ചെവി വെച്ചോണ്ട് ഒറ്റ പോക്ക് എന്ന് പോറ്റി പറയുന്നുണ്ട്. കേൾക്കാത്ത മട്ടിൽ പോയപ്പോഴേ അണ്ണൻ പറഞ്ഞു ഇതിലെന്തോ ഒരു കള്ളത്തരമുണ്ടെന്ന്. അങ്ങനെയാണ് സ്കൂളിൽ പോയി തിരക്കിയത്. അന്ന് രാത്രി വൈകി വന്ന് പ്രശ്നമുണ്ടായതല്ലേ, അപ്പോൾ പിന്നെ വൈകുമ്പോൾ നമുക്ക് എന്തെങ്കിലും വില തരുന്നുണ്ടെങ്കിൽ അത് പറയണ്ടേ എന്ന് മണി ചോദിക്കുമ്പോഴേക്കും വീണ ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഒന്നും മിണ്ടാതെ വീണ അകത്തേക്ക് കയറി പോകുന്നത് കണ്ട് ദേ ഇവളുടെ ഈ അഹങ്കാരമാണ് എനിക്ക് പിടിക്കാത്തത്, മിണ്ടാതെ കയറി പോയത് കണ്ടില്ലെന്ന് മണി ദേഷ്യത്തോടെ പറയുന്നുണ്ട്. നീയൊന്നും മിണ്ടാതിരിക്കേ എന്ന് നടേശൻ പറയുമ്പോഴേക്കും നിങ്ങൾ മിണ്ടരുത്, ഇതാണോ അവളടുത്ത് താമസിച്ചു വന്നത് ചോദിക്കാന്ന് പറഞ്ഞത്, മോൾ ഇനി ഒന്നും ചെയ്യാതെ പോയി ഫ്രഷായി വാ, ഒരു മരുമോൾ പ്രേമം എന്തോന്നിത് എന്ന് മണി നടേശനെ കളിയാക്കുമ്പോഴേക്കും കഷ്ടം തന്നെ നടേശ, ഇതിലും ചുണയുണ്ട് ആ സന്തോഷിനെന്ന് പോറ്റിയും. ആഹാ അളിയ, ഒരു ബഹളമുണ്ടാക്കി തീർക്കാൻ എളുപ്പമാ, നമ്മുടെ മോന്റെ ജീവിതം നമ്മളല്ലേ സമാധാനമാക്കേണ്ടത് എന്ന് നടേശൻ പോറ്റിയോടായി ചോദിക്കുമ്പോഴേക്കും നടേശൻ ഒരു മഹാത്മാവ് തന്നെ, സമാധാനത്തിന്റെ ഒരു ട്യൂഷൻ ക്ലാസ് കൂടി തുടങ്ങിയാൽ നന്നായിരിക്കുമെന്ന് പോറ്റിയും. ആലോചിക്കാമെന്ന് നടേശനും. പിന്നീട് ലച്ചുവിനെയും കാത്ത് ലച്ചുവിന്റെ റൂമിൽ ടെൻഷനോടെ ഇരിക്കുന്ന ടീച്ചറമ്മയാണ് കാണിക്കുന്നത്. ലച്ചു റൂമിലേക്ക് എത്തുമ്പോഴേക്കും ടീച്ചറമ്മയും സന്തോഷത്തോടെ ലച്ചു എന്ന് വിളിക്കുന്നുണ്ട്. ലച്ചു സരസ്വതിയെ ആകെയൊന്ന് നോക്കിക്കൊണ്ട് സന്തോഷത്തോടെ ചിരിച്ചോണ്ട്, കഴിഞ്ഞ തവണ നമ്മൾ രണ്ടുപേരും കണ്ടുമുട്ടുമ്പോൾ രണ്ടുപേരും സരസ്വതിയായിരുന്നു, ഇന്നിപ്പോൾ രണ്ടുപേരും ലക്ഷ്മി. ആദ്യം കണ്ടപ്പോൾ നീ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള സന്തോഷം ഒന്നും പങ്കുവെക്കാനായില്ല, അവിടെ യഥാർത്ഥത്തിൽ ഒരു യുദ്ധമല്ലായിരുന്നു എന്ന് ലച്ചു ചോദിക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നീ മഹേഷിന്റെ കരണത്തിട്ട് ഒന്ന് കൊടുത്തില്ലേ, അതെന്തായാലും നന്നായി, എനിക്കിഷ്ടപ്പെട്ടു. കുറെ നേരത്തേക്ക് മഹേഷിനെ ഒരു പിടുത്തവും കിട്ടിയില്ല എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അവന് ശരിക്കും ഒന്നിൻ്റെ കുറവുണ്ടായിരുന്നടിയെന്ന് ലച്ചുവും. ഇനി നീ ഇല്ലാന്നറിഞ്ഞപ്പോൾ എനിക്കെൻ്റെ പകുതി നഷ്ടപ്പെട്ടതായിട്ടാ ശരിക്കും തോന്നിയത്, വല്ലാത്തൊരു ഇരുണ്ട കാലമായിരുന്നതെന്ന് ലച്ചു ടെൻഷനോടെ പറയുന്നുണ്ട്. നിന്നോട് പറയാതിരുന്നത് ശരിക്കും തെറ്റു തന്നെയാ,
എനിക്കതിൽ ഒരു ന്യായീകരണവും ഇല്ലടിന്ന് ടീച്ചറമ്മയും. എന്നോട് ചെയ്തത് ഞാൻ ക്ഷമിക്കാം, പക്ഷേ നീ ഇപ്പോൾ നിയമത്തിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ തെറ്റാ. ലോകത്തിൻ്റെയും നിയമത്തിൻ്റെയും ശരികളും നമ്മുടെ അവസ്ഥയുണ്ടാക്കുന്ന ശരികളും ചിലപ്പോൾ വിരുദ്ധമാവാം എന്ന് ലച്ചു പറയുമ്പോഴേക്കും ശരിയാ, ആ വിധത്തിലൊക്കെ ആലോചിച്ചു തുടങ്ങിയാൽ ശരിക്കും ഭയമാകുമെന്ന് ടീച്ചറമ്മയും ടെൻഷനോടെ പറയുന്നുണ്ടേ. അതുകൊണ്ട് ഞാനിപ്പോൾ അതൊന്നും ആലോചിക്കാതെ ഒരൊഴുക്കിന് ഒരു താളത്തിലങ്ങ് പോവുക എന്ന് സരസ് പറയുമ്പോഴേക്കും തൽക്കാലം ഞാൻ ആലോചിച്ചിട്ട് ഒരു പോം വഴിയേ കാണുന്നുള്ളൂ. നീ ഇനി ലക്ഷ്മിയായിട്ട് അങ്ങ് തുടരുക, ഞാനങ്ങ് മടങ്ങാം എന്ന് ലച്ചു പറയണ കേട്ട് ടീച്ചറമ്മ അയ്യോ എന്ന് പറയുന്നുണ്ട്. അതെ, ഇക്കാര്യം വേറെ ആരും അറിയണ്ട, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്ന് ലച്ചു പറയുമ്പോഴേക്കും അപ്പോൾ നിന്റെ ചികിത്സയൊക്കെയോ? അതൊന്നും വേണ്ട ഞാൻ കാരണം നീ അങ്ങനെ ചികിത്സയൊന്നും മുടക്കിയിട്ട് പോണ്ട, ഞാൻ സമ്മതിക്കൂലെന്ന് ടീച്ചറമ്മയും ടെൻഷനോടെ പറയുന്നുണ്ടേ. ചികിത്സയ്ക്കൊക്കെ പിന്നെയും വരാലോടി, ഇപ്പോഴുള്ള ചികിത്സയുടെ ബാക്കി നീ അങ്ങ് ചെയ്യേ. അപ്പോൾ ആരും ഒന്നും അറിയില്ലെന്ന് ലച്ചു പറയുമ്പോഴേക്കും അതെങ്ങനെ ശരിയാവുമെന്ന് ടീച്ചറമ്മയും. എടി, നിന്റെ മേലെ മുറിയിലെ മരിച്ച സരസ്വതിയേക്കാളും എന്തുകൊണ്ടും നല്ലതാ ഇവിടുത്തെ ചികിത്സയിൽ തുടരുന്ന ലക്ഷ്മി. ഞാൻ എന്തായാലും അക്കാര്യം തീരുമാനിച്ചു കഴിഞ്ഞെന്ന് ലക്ഷ്മി ഉറപ്പിച്ച് പറയുന്നുണ്ട്. നീ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തു പറയുമെടി എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും ഇനിയിപ്പോൾ ജയിൽവാസമൊക്കെ ഉപേക്ഷിച്ച് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ നോക്ക്. മണ്ണി ചവിട്ടി നടക്ക്, ശുദ്ധമായി ശ്വസിക്ക്, നല്ല വെള്ളവും ഭക്ഷണവും കഴിക്ക്, സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുക. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം, നിനക്ക് സന്തോഷമായിട്ട് ശിവരാമേട്ടൻ്റെ കൂടെ കുറേ ദിവസം കഴിയാലോ എന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും ടീച്ചറമ്മയും ടെൻഷനോടെ ലച്ചു ഒന്ന് വിളിക്കുന്നുണ്ട്. ടെൻഷൻ ആവാതെടി, ഹാപ്പി ആയിട്ടിരിക്കെ, എനിക്ക് നിനക്ക് വേണ്ടി ഇത്രയൊക്കെയല്ലേ ചെയ്യാൻ പറ്റൂ, നീ ഹാപ്പി ആയിട്ടിരിക്കെ എന്ന് ലച്ചു പറയുമ്പോഴേക്കും എടി ഞാൻ പിന്നെ എന്തു പറയാനാ എന്ന് ടീച്ചറമ്മയും ടെൻഷനോടെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആവട്ടെ കാര്യങ്ങളൊക്കെ എന്ന് ലച്ചു പറയുമ്പോഴേക്കും ടീച്ചറമ്മയും ചിരിയോടെ അവളെ നോക്കി നിൽക്കുന്നുണ്ടേ. പിന്നീട് ലച്ചുവിൻ്റെ കാട്ടിലിൽ കിടന്നുറങ്ങുന്ന ലച്ചുവിൻ്റെ രൂപത്തിലുള്ള ടീച്ചറമ്മയാണ് കാണിക്കുന്നത്. മൊബൈൽ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് ടീച്ചറമ്മ എണീക്കുമ്പോഴേക്കും അപ്പുറത്ത് ലച്ചു ആയിരുന്നു. ഗുഡ് മോർണിംഗ് ലച്ചു എന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും നീ എവിടെയാടിയെന്ന് ടീച്ചറമ്മയും ചോദിക്കുന്നുണ്ട്. വേ ബാക്ക് ടു മൈ ഹോം എന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും ഇറങ്ങിയോന്ന് ടീച്ചറമ്മയും. ഇറങ്ങി, എയർപോർട്ട് എത്താറായി. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ആരെയും പേടിക്കാതെ നീ ശുദ്ധമായി ശ്വസിച്ച് സ്വതന്ത്രമായിട്ട് കഴിയണം. നീയാണ് ഇനി ലക്ഷ്മി എന്ന് ലച്ചു പറയുമ്പോഴേക്കും എന്നാലും നീ ഇത്രയും വേഗം പോവണ്ടായിരുന്നടി എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട്. എത്ര കാലമായിടി നമ്മൾ ഒരുമിച്ചൊന്ന് നിന്നിട്ട്, കുറച്ച് ദിവസം കൂടി നിൽക്കായിരുന്നു എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അത് റിസ്കാടി, നീ പിന്നെയും അവിടെ ഒളിച്ചിരിക്കേണ്ടി വരും. അത് തൊട്ടാപ്പുറത്ത് ശിവരാമേട്ടനുള്ളപ്പോഴേ ശരിക്കും പേടിക്കണം. ശിവരാമേട്ടൻ അറിഞ്ഞാൽ അറിയാലോ, രണ്ടിനും കിട്ടും തല്ല് എന്ന് ലച്ചു പറയുമ്പോഴേക്കും എന്നാലും നീ എനിക്ക് വേണ്ടി എന്ന് ടീച്ചറമ്മ ടെൻഷനോടെ പറയുന്നുണ്ട്. ഓ, നീയാണല്ലോ വലിയ ത്യാഗി, ഞാനും ഇടയ്ക്ക് ചില ചെറിയ ത്യാഗങ്ങളൊക്കെ ചെയ്യട്ടെ സരസു. ഓ, സരസുവല്ലല്ലോ ലച്ചു എന്ന് ലക്ഷ്മി ചിരിയോടെ പറയുമ്പോഴേക്കും നീ ഇനി എന്നാടി നാട്ടിലേക്കെന്ന് ടീച്ചറമ്മയും ചോദിക്കുന്നുണ്ട്. നീ ഇനി സരസ്വതിയായി മാറിയിട്ട് എന്ന് ലച്ചു പറയുമ്പോഴേക്കും ഓ, അതിനി എപ്പോഴാന്ന് ടീച്ചറമ്മയും. അത് നീ തന്നെ വിചാരിക്കണം, പിന്നെ ഇനി എൻ്റെ കയ്യടി മാസ സീനൊക്കെ നീ തന്നെ അങ്ങോട്ട് ചെയ്തോ എന്ന് ലച്ചു പറയുമ്പോഴേക്കും അത് ഞാൻ ഏറ്റു, ഞാൻ ഇവിടെ പൊളിക്കുമെന്ന് ടീച്ചറമ്മയും. നീ പൊളിക്കും മുന്നേ നിന്നെ ധർമ്മൻ ഡോക്ടറും സംഘവും പൊളിക്കുമെടി, എൻ്റെ ഒഴിച്ചിലും പിഴിച്ചിലും എല്ലാം ഇനി ബാക്കി കിടക്കുക എന്ന് ലച്ചു പറയുമ്പോഴേക്കും എൻ്റെ അമ്മോ, നീ എനിക്ക് പണി തന്നതാണോടി എന്ന് ടീച്ചറമ്മയും ചോദിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ വെച്ചോ, ഒരു ചെറിയ പണി. എടി, നീ ആദ്യം പോയി ശിവരാമേട്ടനെ കാണ്, കുറേ കാലമായില്ലേടി, എന്തായാലും നീ ഹാപ്പി ആയിട്ടിരിക്കും സരസു, ഞാനങ്ങ് എത്തിയിട്ട് വിളിക്കാമെന്ന് ലച്ചു പറയുമ്പോഴേക്കും ബൈഡാ, ഹാപ്പി ജേണി. ഹെൻറിയോട് അന്വേഷണം പറയണേന്ന് ടീച്ചറമ്മ പറയുന്നുണ്ട്. ആ ബെസ്റ്റ്, നിന്റെ അന്വേഷണം ഞാൻ എങ്ങനെ പറയാനാടി, നീയും ലക്ഷ്മി ഞാനും ലക്ഷ്മി, ബെസ്റ്റ്, ഓക്കെ ബൈ, ടേക്ക് കെയർ എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി കോൾ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് ടീച്ചറമ്മയുടെ വീട്ടിൽ ഉണർന്നെണീക്കുന്ന കനിയാണ് കാണിക്കുന്നത്. കനി എണീക്കുമ്പോൾ കാണുന്നത് കല്ലു അവിടെ സ്റ്റഡി ടേബിളിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നതാ. ഡി, ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ ഉണർന്നോടി പഠിപ്പി എന്ന് കനി ചോദിക്കുമ്പോഴേക്കും ഇന്ന് നേരത്തെയാണല്ലോ, വല്ല ഞെട്ടിക്കുന്ന സ്വപ്നവും കണ്ടോന്ന് കല്ലുവും ചോദിക്കുന്നുണ്ട്. സംഗതി ഒരു ഡ്രീമാ, പക്ഷേ ഉറക്കത്തിൽ ഞെട്ടിയതൊന്നുമല്ല. ഞാൻ ആഗ്രഹിച്ചതാ മോളെ, ഇനിയും ചെറിയമ്മയുടെ കൂടെ കുറച്ചു ദിവസം. അന്ന് നിങ്ങൾ ടൂർ പോയപ്പോൾ കുറച്ച് ദിവസം കിട്ടിയായിരുന്നല്ലോ, പക്ഷേ കൊതി തീർന്നില്ലല്ലോ കല്ലൂസേ. ഇപ്പം വീണ്ടും ആ സുവർണ അവസരം അടിച്ചേക്കുവല്ലേ എന്ന് കനി സന്തോഷത്തോടെ പറയുമ്പോഴേക്കും ഓ, മനസ്സിലായി എന്ന് കല്ലുവും. ഇന്നലെ രാത്രിയോടെ സരസ്വതി പൂർണ്ണമായും ലക്ഷ്മിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ലക്ഷ്മിയായി മാറിയ സരസ്വതിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെയും സന്തോഷത്തോടെയും വെൽനസ് സെൻറ്ററിൽ കഴിയാം എന്ന് മണിച്ചിത്ര താഴിലെ സണ്ണി ഡോക്ടറായ മോഹൻലാലിനെ അനുകരിച്ചുകൊണ്ട് കനി പറയുമ്പോഴേക്കും അപ്പോൾ ഇനി സരസ്വതിയിലേക്ക് ഒരു മടങ്ങിപ്പോക്കില്ലേ ഡോക്ടർ എന്ന് കല്ലുവും ചോദിക്കുന്നുണ്ട്. ശ്രമമാണ്, എന്നാലും നോക്കാം മോനെ, അടുത്ത ദുർഗാഷ്ടമി ആവട്ടെ എന്ന് കനിയും.
വിശ്രമമാണോ ഈ ശ്രമം എന്ന് കല്ല് ചോദിക്കുമ്പോഴേക്കും പിന്നല്ലാതെ ആയുർവേദ വെൽനസ് സെന്ററിൽ ചെറിയമ്മയുടെ ബൈ സ്റ്റാൻഡർ സണ്ണിയാണ്. ജോലി ചെറിയമ്മയ്ക്കൊപ്പം വിശ്രമം എന്ന് പറഞ്ഞുകൊണ്ട് കനി കട്ടിലിലേക്ക് കിടക്കുമ്പോഴേക്കും കല്ലുവും അരികിലേക്കായി ചെന്ന് കിടന്നുകൊണ്ട് എന്നെ ഒറ്റയ്ക്കാക്കി പോവാണോ കുഞ്ഞാന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കും അമ്മമ്മയുടെ കൂടെ നിൽക്കണമെന്നുണ്ട് എന്ന് കല്ല് പറയുമ്പോഴേക്കും നോക്കട്ടെ, വഴി തെളിയും. എടി ഡിസ്ചാർജ് ആവുമ്പോൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാൽ മതി എന്ന് കനി പറയുമ്പോഴേക്കും എന്നാ കൊള്ളായിരുന്നു എന്ന് കല്ലുവും. പിന്നെ ഇത് സരസ്വതിയാണെന്ന് ആരും അറിയണ്ട, ലക്ഷ്മിയോടാണെങ്കിൽ എല്ലാവർക്കും റെസ്പെക്റ്റും പേടിയുമാണ്. അത് ചെറിയമ്മയ്ക്ക് ഗുണമാവത്തേയുള്ളൂ. സരസ്വതി തൽക്കാലം വേറെ എവിടേക്കെങ്കിലും മാറിയെന്ന് എല്ലാവരും കരുതട്ടെ എന്ന് കനി പറയുമ്പോഴേക്കും അതാണ് ഇപ്പോഴത്തെ അമ്മാമ്മയുടെ ലക്ഷ്മിയായിട്ടുള്ള പെർഫോമൻസ് സൂപ്പറാ. ലക്ഷ്മി അമ്മാമ്മ കണ്ടാൽ പോലും മാറിപ്പോവുമെന്ന് കല്ലുവും. ഞാനെന്നാ പെട്ടെന്ന് റെഡി ആയിട്ട് ഇറങ്ങട്ടെ, വൈകിയാലേ ചെറിയമ്മ ബൈ സ്റ്റാൻഡറെ അന്വേഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കനി റെഡിയാവാനായി എഴുന്നേൽക്കുമ്പോഴേക്കും എന്തായാലും അമ്മമ്മയോട് എൻ്റെ അന്വേഷണം പറയണേ കുഞ്ഞാ, പറ്റുമ്പോൾ ഞാൻ വീഡിയോ കോളിൽ വരാമെന്ന് കല്ലുവും പറയുന്നുണ്ട്. നോക്കിയും കണ്ടുമൊക്കെ ചെയ്യേ, അവിടെ വല്യമ്മാമ്മയുണ്ട്. ജാഗ്രതയും മോളെ, ഞാൻ റെഡി ആയിട്ട് വരാമെന്ന് പറഞ്ഞ് കനി റെഡിയാവാനായി പോകുന്നുണ്ടേ. പിന്നീട് ശിവരാമൻ ചേട്ടൻ്റെ റൂമിലേക്ക് എത്തുന്ന ടീച്ചർ അമ്മയാണ് കാണിക്കുന്നത്. ലച്ചുവിൻ്റെ രൂപത്തിലുള്ള ടീച്ചർ അമ്മയെ കണ്ട് എന്താണ് ലച്ചു രാവിലെ തന്നെ സരസ്വതിനെ പോലെ പതുങ്ങി നിൽക്കുന്നത്, ഇന്നലത്തെ വിഷമമൊക്കെ പോയോന്ന് ശിവരാമൻ ചേട്ടൻ ചോദിക്കുന്നുണ്ട്. ഏട്ടനുണ്ടല്ലോ, എൻ്റെ വിഷമമൊക്കെ പെട്ടെന്ന് പോവില്ലേ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അങ്ങനെ പറഞ്ഞു കൊടുക്കൂ ലച്ചു, ഇവളൊന്ന് കേൾക്കട്ടെ ശരിക്കും എന്ന് ലില്ലിക്കുട്ടിയെ ചൂണ്ടിക്കൊണ്ട് ശിവരാമേട്ടൻ പറയുന്നുണ്ട്. ഞാൻ എന്തു കേൾക്കാനാ, അച്ചായൻ എല്ലാവരുടെയും വേദന മാറ്റുന്ന വേദന സംഹാരിയാണെന്ന് മുത്താർ മലയിൽ 10 ഫ്ലക്സ് ബോർഡുകൾ വെക്കാം പോരെ എന്ന് ലില്ലിക്കുട്ടി പറയുമ്പോഴേക്കും അതെ 10 മതിയാവോടി എന്ന് ശിവരാമേട്ടൻ ചോദിക്കുമ്പോഴേക്കും തൽക്കാലം അത് മതി എന്ന് ലില്ലിക്കുട്ടിയും. ഇത് അസൂയല്ലേ ലച്ചു എന്ന് ശിവരാമേട്ടൻ ചോദിക്കുമ്പോഴേക്കും പോട്ടെന്നേ, ചേട്ടത്തി ആയതുകൊണ്ട് നമുക്കങ്ങ് ക്ഷമിച്ചേക്കാം എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും ശിവരാമേട്ടൻ ടീച്ചറമ്മയെ നോക്കിക്കൊണ്ട് അതെ സരസ്വ പോയതുകൊണ്ടാവും എനിക്ക് ലച്ചുവിനെ കാണുമ്പോൾ സരസ്വതിയായിട്ട് തോന്നുവാന്ന് പറയുന്നുണ്ട്. മനസ്സിന്റെ കളിയാവും, സരസ്വവിനെ പോലെ നീ പൊട്ട് വെച്ച് വന്നില്ലേ, പിന്നെ ചിലപ്പോൾ ചിരിക്കുമ്പോൾ കാര്യം പറയുമ്പോൾ ഒക്കെ സരസ്വവിനെ പോലെ തോന്നുക എന്ന് ശിവരാമേട്ടൻ ടെൻഷനോടെ പറയുമ്പോഴേക്കും ഇനി ഞാനല്ലേ ശിവരാമൻ ചേട്ടൻ്റെ സരസവും ലച്ചുവുമൊക്കെ എന്ന് ടീച്ചറമ്മയും ചോദിക്കുന്നുണ്ട്. അതെ, ഇന്നലെ കണ്ടപ്പോൾ ലച്ചുവിനെന്തോ വിഷമം പോലെ. സരസുവിൻ്റെ കാര്യം ഇന്നലെ കുറെ പറഞ്ഞതുകൊണ്ടായിരിക്കും, അവളെ എങ്ങനെയാ ലച്ചു ഓർക്കാതിരിക്കുക എന്ന് പറഞ്ഞ് ടീച്ചറമ്മയെ നോക്കിക്കൊണ്ട് ഇന്നിപ്പോൾ പഴയതുപോലെ സ്മാർട്ടായി, ശരിക്കും ലക്ഷ്മിയായി എന്ന് ശിവരാമേട്ടൻ പറയുമ്പോഴേക്കും ടീച്ചറമ്മയും സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ടേ. അപ്പോഴേക്കും വെൽനസ് സെൻറ്ററിലെ ജീവനക്കാരൻ വന്ന് ശിവരാമൻ ചേട്ടനോട് ഒഴിച്ചിലിന് പോവാൻ സമയമായി എന്ന് പറയുന്നുണ്ട്. ടീച്ചറമ്മയുടെ കൈ പിടിച്ചോണ്ട് കട്ടിലിൽ നിന്നിട്ടുണ്ട്. അപ്പോഴേ എൻ്റെ കോഴി പിച്ചിരി അങ്ങ് കുറച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ശിവരാമൻ ചേട്ടൻ അയാളുടെ കൂടെ പോകുന്നുണ്ടേ. ടീച്ചറമ്മ അപ്പോഴേക്കും ടെൻഷനോടെ റജിയെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നീട് ജാവേദും വിഷ്ണുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് കാണിക്കുന്നത്. സാർ, വളരെ രഹസ്യമായി ഇൻ്റലിജൻസിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടാണ് സാർ. തമിഴ് ടീം പിന്നെയും കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നുണ്ട് എന്ന് ജാവേദ് പറയുമ്പോഴേക്കും പക്ഷേ പത്മനാഭന് ഇതുവരെയും വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല, കിട്ടിയാൽ അയാൾ അപ്പോഴേ വിളിച്ചേനെന്ന് വിഷ്ണുവും പറയുന്നുണ്ട്. അവര് 1-2 തവണ നടത്തിയ ശ്രമങ്ങൾ അവർക്ക് ഗുണപ്പെട്ടതുകൊണ്ട് രഹസ്യമായിട്ട് അവരുടെ നീക്കം നോ ക്ലൂ സർ എന്ന് ജാവേദ് പറയുന്നുണ്ട്. നോക്കാം, വീട്ടിലേക്ക് ആരെങ്കിലും എത്തിയ അറിയാലോ ജാവേദ് എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും ക്ലോസ് റിലേഷൻസിനെ അവർ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ജാവേദ് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മക്കളെയാണോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോഴേക്കും മക്കളെയല്ലെന്ന വിവരം, ടീച്ചറുടെ സിബ്ലിങ്സിനെ അവർ കാണാൻ ശ്രമിക്കുന്നുണ്ട്. അവരിപ്പോൾ എവിടെയുണ്ടെന്ന് ജാവേദ് ചോദിക്കുമ്പോഴേക്കും 2 പേരും ഇവിടെ ഒരു വെൽനസ് സെൻറ്ററിൽ ട്രീറ്റ്മെൻറ്റിലാണ്, മറ്റേയാള് മുംബൈയിലെ സിസ്റ്ററിൻ്റെ വിവരങ്ങളൊന്നും ഇതുവരെ പിടിയില്ല എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും അവരപ്പോൾ വെൽനസ് സെൻറ്ററിലേക്കായിരിക്കും പോവുക. അവിടെ നിന്ന് നമുക്ക് വിവരം തരാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ സാർ എന്ന് ജാവേദ് ചോദിക്കുന്നുണ്ട്. വേണമെങ്കിൽ അവരെ വിളിച്ച് ചോദിക്കുക എന്നല്ലാതെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ അവിടെ ആരുമില്ല എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും ജാവേദിന് ഒരു കോൾ വരുന്നുണ്ടേ. ജാവേദ് ആ കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വന്ന് സാർ, ആ ടീം മുത്താർ മലയിൽ എത്തിയിട്ടുണ്ട്, സ്റ്റേഷനിൽ നിന്ന് വിളിച്ചതാ എന്ന് പറയുമ്പോഴേക്കും ടീച്ചറുടെ ബ്രദർ മുത്താർ മലയിലാ, പക്ഷേ ഇപ്പോൾ ആള് ട്രീറ്റ്മെൻറ്റിനായി ഇവിടെയുണ്ടെന്ന് വിഷ്ണു പറയുന്നുണ്ട്. വൈകാതെ തന്നെ ആ തമിഴ് ടീമിനെ വെൽനസ് സെൻറ്ററിൽ പ്രതീക്ഷിക്കാം, അവർക്ക് എന്തെങ്കിലും വിവരമുണ്ടാവോ എന്ന് ജാവേദ് ചോദിക്കുമ്പോഴേക്കും ജാവേദ് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ഡൗട്ട് തോന്നിയത്, ടീച്ചറിന് ബ്രദറിൻ്റെ പരിചയത്തിൽ എവിടെയെങ്കിലും ഇരിപ്പുണ്ടാവോ? മുത്താർമല ആരും അറിയാതെ മാറി നിൽക്കാൻ ശരിക്കും സേഫാണ് എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും ആ വഴിക്ക് തിരക്കാമെന്ന് ജാവേദും സമ്മതിക്കുന്നുണ്ട്. പിന്നെ കൃഷ്ണചന്ദ്രനെ ഫോക്കസ് ചെയ്ത് കുറച്ചുകൂടി കാര്യങ്ങൾ കിട്ടുമെന്ന് നോക്കണം, അത് കറക്റ്റ് വഴിയാന്ന തൻ്റെ ഒരു തോന്നലെന്ന് വിഷ്ണു പറയുന്നുണ്ട്. നോക്കാമെന്ന് ജാവേദ് പറയുമ്പോഴേക്കും വി ആർ ഓൾമോസ്റ്റ് ദെയർ എന്ന് വിഷ്ണുവും പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വെൽനസ് സെൻറ്ററിലെത്തുന്ന മോഹനെ കാണിക്കുന്നതാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.